ചന്ദ്രന്റെ ദ മൂൺ നിഗൂഢവും ഭയമുണർത്തുന്നതുമായ ആ രാത്രിയൊടുവിൽ അവസാനിച്ചിരിക്കുന്നു. നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ടാരറ്റിലെ ഏറ്റവും ശുഭകരവും സന്തോഷം നിറഞ്ഞതുമായ ഊർജത്തിലാണ്. 19-ാം നമ്പർ കാർഡായ ദ സൺ. ഇരുട്ടിന് ശേഷം വെളിച്ചം വരും എന്ന പ്രകൃതി നിയമത്തിന്റെ സാക്ഷ്യമാണിത്. ഈ കാർഡ് വിജയത്തിന്റെ, സക്സസിന്റെ, ഉണർവിന്റെ, വൈറ്റലിറ്റി, സത്യത്തിന്റെ, ട്രൂത്ത്, പരമമായ പ്രതീകമാണ്. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. വലിയ സൂര്യൻ. ചിത്രത്തിന്റെ ഭൂരിഭാഗവും കൈയടക്കി നിൽക്കുന്ന സൂര്യൻ പ്രപഞ്ചത്തിന്റെ ജീവചൈതന്യത്തെയും ഈശ്വരീയമായ പ്രകാശത്തെയും സൂചിപ്പിക്കുന്നു. അവന്റെ കിരണങ്ങൾ നേരെയും വളഞ്ഞുമാണ് ഇരിക്കുന്നത്. ഇത് ബുദ്ധിപരമായ തെളിച്ചത്തെയും വികാരങ്ങളുടെ ചൂടിനെയും ഒരുപോലെ കാണിക്കുന്നു. വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്ന കുട്ടി. ഒരു കൊച്ചുകുട്ടി നഗ്നനായി വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നു. ഇത് ആത്മാവിന്റെ നിഷ്കളങ്കതയെ, ഇന്നസെൻസിനെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ കാർഡായ ഫൂൾ. ദ ഫൂൾ തൻ്റെ യാത്ര തുടങ്ങിയത് എങ്ങനെയാണോ അതേ നിഷ്കളങ്കതയിലേക്ക് അവൻ തിരിച്ചെത്തിയിരിക്കുന്നു. കുതിരയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാണില്ല, കാരണം അവൻ പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനൊപ്പം പൂർണ്ണമായും ലയിച്ചിരിക്കുന്നു. ചുവന്ന കൊടി. കുട്ടിയുടെ കയ്യിലെ വലിയ ചുവന്ന കൊടി മരണത്തിനുമേൽ, ഡെത്തിനുമേൽ ജീവിതം നേടിയ വിജയത്തെയും ആവേശത്തെയും കാണിക്കുന്നു. സൂര്യകാന്തി പൂക്കൾ. സൺഫ്ലവേഴ്സ്. പുറകിലെ മതിലിന് മുകളിൽ നിൽക്കുന്ന 4 സൂര്യകാന്തി പൂക്കൾ 4 തത്വങ്ങളെയും, 4 എലമെന്റ്സ്, ഭൗതിക ലോകത്തെ സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. അവ സൂര്യനിലേക്ക് നോക്കി നിൽക്കുന്നത് പോലെ നമ്മുടെ മനസ്സും എപ്പോഴും വെളിച്ചത്തിലേക്ക് തിരിയണം എന്നിത് ഓർമ്മിപ്പിക്കുന്നു. 2. നിറങ്ങളുടെ രഹസ്യം. മഞ്ഞ അഥവാ സ്വർണ്ണ നിറം, ഗോൾഡ് ഓർ യെല്ലോ. കാർഡിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ വെളിച്ചം പരമമായ ജ്ഞാനത്തെയും, എൻലൈറ്റൻമെന്റ്, സന്തോഷത്തെയും വിജയത്തെയും പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഒളിച്ചു വെക്കാൻ ഒരു രഹസ്യവുമില്ല. വെള്ള, വൈറ്റ്. കുതിരയുടെ വെള്ള നിറം ആത്മീയമായ പരിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നു. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. ഇത് എല്ലാ കാര്യങ്ങളിലും വിജയത്തിന്റെ സമയമാണ്. ആരോഗ്യം മെച്ചപ്പെടും, സന്തോഷം തേടിവരും, അംഗീകാരങ്ങൾ ലഭിക്കും, ബന്ധങ്ങളിൽ സ്നേഹവും വ്യക്തതയും ഉണ്ടാകും. ഇരുണ്ട കാലഘട്ടം അവസാനിച്ചു എന്ന് ഉറപ്പിക്കാം. ആത്മീയ തലം. ജീവൻ മുക്തമായ അവസ്ഥയാണിത്. ഉള്ളിലെ ഇരുട്ടും സംശയങ്ങളും മാറി ആത്മാവ് അതിൻ്റെ പൂർണ്ണപ്രഭയോടെ പ്രകാശിക്കുന്ന ഘട്ടം. പ്രപഞ്ചത്തോട് തോന്നുന്ന നന്ദിയും പരമാനന്ദവും, ബ്ലിസ്, ഈ അവസ്ഥയുടെ പ്രത്യേകതയാണ്. 4. ഗുരുവിൻ്റെ ഉപദേശം. ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, ദ സൺ നിനക്ക് നൽകുന്ന വലിയ പാഠം ആനന്ദം, ജോയ് ആൻഡ് ക്ലാരിറ്റി എന്നതാണ്. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. ഒരു കുട്ടിയെ പോലെയാവുക. ഭൂതകാലത്തിന്റെ കൈപ്പുള്ള ഓർമ്മകളെല്ലാം മറന്ന് ഈ നിമിഷത്തെ ഒരു കൊച്ചുകുട്ടിയെ പോലെ വിസ്മയത്തോടെയും സന്തോഷത്തോടെയും സ്വീകരിക്കുക. 2. സത്യസന്ധനായിരിക്കുക. സൂര്യപ്രകാശത്തിൽ ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. നിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും സുതാര്യത പുലർത്തുക. 3. വെളിച്ചം പകരുക. സൂര്യൻ ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്നത് പോലെ നിന്റെ സന്തോഷവും ജ്ഞാനവും കൊണ്ട് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലെ ഇരുട്ടകറ്റാൻ ശ്രമിക്കുക. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. കുട്ടിയുടെ തലയിലുള്ള പുഷ്പകിരീടവും ചുവന്ന തൂവലും നാം ആദ്യ കാർഡായ ദ ഫൂളിൽ കണ്ടതാണ്. ഇതിനർത്ഥം വിഡ്ഢിയായി യാത്ര തുടങ്ങിയ ആ പഥികൻ അനുഭവങ്ങളുടെ വലിയ വട്ടങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ ജ്ഞാനിയായ ഒരു കുഞ്ഞായി മാറി എന്നാണ്. ആത്മീയതയുടെ പരമാവധി എന്നാൽ വീണ്ടും ഒരു കുട്ടിയായി മാറുക എന്നതാണ് എന്ന രഹസ്യമാണിത്. ഇനി ഈ യാത്ര അതിൻ്റെ ആത്യന്തികമായ വിധി തീർപ്പിലേക്ക് കടക്കുകയാണ്. അടുത്തതായി ആത്മാവിൻ്റെ വിളി, കോളിംഗ്, പുനരുദ്ധാനം, ഉണർവ് എന്നിവയുടെ പ്രതീകമായ ജഡ്ജ്മെന്റ്,
20-ാം നമ്പർ കാർഡിലേക്ക് നമുക്ക് കടക്കാം. തുടരാം.